الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد قال النبي صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദ്മാരെ, എൻ്റെ ഈ സദസ്സിലിരിക്കുന്ന താലിം സുഹൃത്തുക്കളെ, ഈ സുമോദിന്റെ വേദിയിൽ ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് പ്രവാചക സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. നാഥൻ തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. മുഅ്മിനേ, ഈ ലോകം പടക്കാൻ കാരണക്കാരനായ സർവചരാചരങ്ങളുടെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വക്കലും ഹുബ്ബ വക്കലും നമ്മുടെ മേൽ നിർബന്ധമാണ്. ഇന്നിന്റെ ലോകം കായിക താരങ്ങളെയും സിനിമാ താരങ്ങളെയും പ്രിയം വച്ച് നടക്കുമ്പോൾ മരണസമയത്ത് ഉമ്മത്തി ഉമ്മത്തി എന്ന് തേങ്ങി തേങ്ങി നമുക്ക് വേണ്ടി കരഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വക്കാതെ ഹുബ്ബ വക്കാതെ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. മുഅ്മിനേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. മുഅ്മിനേ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റെല്ലാത്തിനേക്കാളും എന്നെ പ്രിയം വെക്കുന്നത് വരെ നിങ്ങൾ നിന്നും ഒരാളും മുഅ്മിനാവുകയില്ല. ഇന്ന് ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ലാത്ത ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുബ്ബ് വെച്ചതിൽ ഉത്തമമായ മാതൃകകളുണ്ട്. അവരിൽ പ്രധാനികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കൂട്ടുകാരനും സന്തത സഹചാരിയുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിലും അതേപടി വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ കല്ലും മുള്ളും പർവ്വതങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വച്ചിരുന്നു. നബി തങ്ങൾ പറയുകയാണ്, ഉഹ്ദുൻ യുഹിബ്ബുനി വഅഹിബ്ബുഹു. ഉഹദ് പർവ്വതം എന്നെ ഇഷ്ടം വെക്കുന്നു, അതുകൊണ്ട് ഞാൻ ഉഹദിനെ പ്രിയം വെക്കുന്നു. നാളെ സ്വർഗലോകത്ത് കാണപ്പെടുന്ന പർവ്വതങ്ങളിൽ ഒന്നായിരിക്കും ഉഹദ്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുബ്ബ് വെച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടിയെന്നറിഞ്ഞപ്പോൾ എൻ്റെ പ്രവാചകനില്ലാത്ത മുൻപല്ല് എനിക്ക് വേണ്ടെന്ന് പ്രഖ്യാപിച്ച് തൻ്റെ മുഴുവൻ പല്ലുകളും പൊട്ടിച്ച് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു സ്നേഹം കൊണ്ട് നമുക്ക് മാതൃകയാ കാണിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുബ്ബ് വെച്ചതിൽ നമുക്ക് രീതികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക, അവിടുത്തെ സുന്നത്തിനെ പിൻപറ്റുക, അവിടുത്തെ മദ്ഹ് പാടുക തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ ആരെയാണോ ഏറ്റവും കൂടുതൽ പ്രിയം വെക്കുന്നത് അവരോടാണ് നാളെ പരലോകത്തെ നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അറിഞ്ഞപ്പോൾ എൻ്റെ
വഫാത്തറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അടുത്തില്ലേ, എൻ്റെ പ്രവാചകന് മരണമില്ല, എൻ്റെ പ്രവാചകൻ മരിച്ചെന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ തല ഞാൻ എടുക്കുമെന്ന് ഉപ്പുമൂത്ത് ഉമർ തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത ഈ മദീനയിൽ എനിക്കിനി വാങ്ങി വിളിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ബിലാൽ തങ്ങൾ നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണവാർത്ത കേട്ട സയ്യിദ് ബിൻ അബ്ദിൽ എന്നിവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ അദ്ഹബ് ബസരി വലം അറാദ ബഅദി ഹബീബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹദാ. അല്ലാഹുവേ, എൻ്റെ ഹബീബിനെ ഞാൻ കഴിയാത്ത ഈ കണ്ണിൻ കാഴ്ച എനിക്ക് വേണ്ടെന്ന് പ്രാർത്ഥിച്ച് തോട്ടത്തിൽ നിന്നും മന്ദനായ മകൻ്റെ കൈ പിടിച്ച് വീട്ടിലെത്തിയ സയ്യിദ് ബിൻ അബ്ദിൽ എന്നിവർ നമുക്ക് മാതൃക കാണിച്ചില്ലേ? അതുകൊണ്ടാണ് എൻ്റെ മുഅ്മിനീങ്ങളെ നിങ്ങളോട് പറയാനുള്ളത്, മരണസമയത്ത് പോലും ആവലാതിപ്പെട്ട ആ റസൂലിനെ നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പ്, അവിടുത്തെ സുന്നത്തിനെ പിൻപറ്റി. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.